നമ്മുടെ വിഷമം അല്ലേ? വിഷമമാണ് ഞങ്ങളുടെ വിഷമം. കാരണം ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ മാഫിയകളാണ് എന്നുള്ള തീരുമാനം അവിടെ നിന്നുണ്ടായി. ലൈസൻസ് എടുക്കാനും ഇപ്പം നമ്മൾ നാട് കിടക്കേണ്ട അവസ്ഥയാണ്. അതെ, ഒരു സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇതുമൂലം കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ലക്ഷോപലക്ഷം ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ. ചേട്ടാ, എന്താ സംഭവം ഇവിടെ? സംഭവം ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ അത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ അത് ടെസ്റ്റ് ഇത്തിരി സ്ട്രിക്റ്റ് ആക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെയാണ്, അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയെ നമ്മൾ പെറ്റ് വളർത്തി അതുപോലെ അവരെ നടത്താൻ പഠിപ്പിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇത് പഠിപ്പിച്ചെടുക്കുന്ന ഈ വെയിലത്ത് നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ട അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ന്യായമായ റേറ്റാണ് വാങ്ങുന്നത്. ഈ പുതിയ വരുന്ന നിയമം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു താങ്ങാനാവാത്ത ഫീസ് വർധനവ് വരും. അത് സാധാരണക്കാർക്ക് എടുത്തു പോകാൻ പറ്റില്ല. കാശുള്ളവർ ചിലപ്പോൾ പല സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ബാംഗ്ലൂരോ തമിഴ്നാട് പല സ്ഥലങ്ങളിൽ പോയി എടുക്കും. അപ്പോൾ അതെല്ലാം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ളവരെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു ലൈസൻസ് എടുത്തൊരു ഉപജീവനമാർഗം ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനമാണ് ഡ്രൈവിംഗ് എന്നുള്ളത്. അത് പറഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ട്രിക്റ്റ് ആക്കുന്നതിനോടെല്ലാം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അത് കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇത് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോയി ഞങ്ങളുടെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കണം എന്നുള്ള ഇവിടെയൊക്കെ വരുന്നവരെ പലരും ഈ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തും അങ്ങനെയൊക്കെ വരുന്നവരാണ് കൂടുതൽ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഒരു ന്യായമായ റേറ്റ് മേടിക്കാൻ പറ്റുള്ളൂ. ഇത് കോപ്പറേറ്റീവ് എന്നുള്ള കമ്പനി ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പൈസകൾ ഇവർ കൊടുക്കേണ്ടി വരും. അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതിൻ്റെ പേരിൽ ഇതിൻ്റെ മന്ത്രി വേണ്ട രൂപത്തിൽ നല്ലൊരു തീരുമാനം എടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഡ്രൈവിംഗ് സ്കൂളുകാർ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു അവസ്ഥ തരണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത്. ഇതൊരു പ്രതിഷേധമല്ല, ഞങ്ങളുടെ സങ്കടമാണ് ഞങ്ങൾ ഈ പറയുന്നത്. പ്രതിഷേധമല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങളെയും അതുപോലെ തന്നെ സാധാരണക്കാരായി ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരെയും ബുദ്ധിമുട്ടിക്കാതെ ഇത് മുന്നോട്ട് പോകണമെന്ന ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് അത് പറയാനുള്ളൂ. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ആദ്യം പഠിക്കുക, പിന്നെ ലൈസൻസ് എടുക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നാട് കിടക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ലൈസൻസ് എടുക്കാനും ഇപ്പം നമ്മൾ നാട് കിടക്കേണ്ട അവസ്ഥയാണ്. അതെ അല്ലേ? മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഓരോ ഉൽപ്പന്നങ്ങൾ വരുന്ന പോലെ ഇനി ഇപ്പോൾ കാലതാമസമുണ്ട് ലൈസൻസും വരും. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സർക്കാരിന് കിട്ടുന്ന ഫീസുകൾ അടുത്ത സ്റ്റേറ്റും ഉണ്ട്. ഈ ഗൾഫ് മോഡലും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 1,00,000 ആൾക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണിത്. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ കടവും കടത്തിൻ്റെ സ്വയം തൊഴിൽ കണ്ടെത്തി സർക്കാരിൻ്റെ ഒരു ഇതും നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ സ്വയം തൊഴിൽ കണ്ടെടുത്ത് ഞങ്ങളെ വെറുതെ വലിയ വലിയ കമ്പനികൾ വന്നിട്ട് ഞങ്ങളിങ്ങനെ ചവിട്ടുകല്ലാണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യേണ്ട. ഇതിന് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഒരു സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. നമ്മുടെ ജീവിതമാർഗമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സമരം ഞങ്ങൾ ഇതുവരെ ആരെയും സർക്കാരിനെ ഞങ്ങൾ ഒരു മോശമായിട്ട് ഞങ്ങൾ ഇത് നടന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറവൂരാണല്ലോ. ഇത് പറവൂര് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷമാണോ അതോ കേരളത്തിലുള്ള എല്ലാവരുടെയും? കേരളം ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒരേ സ്വരത്തിൽ ഞങ്ങളെല്ലാവരും ഏത് യൂണിയനായാലും ഇപ്പോൾ CITU അതുപോലെ KMDS DS ഒക്കെ അതുപോലെയുള്ള എത്ര യൂണിയനുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഒന്നടങ്കം ഒരേ മനസ്സോടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധമല്ല, ശരിക്കും വിഷമമാണ് ഞങ്ങളുടെ വിഷമം. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ പലരുടെയും, ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ പലരുടെയും വാഹനങ്ങൾ വരെ വെള്ളത്തിൽ മുങ്ങി, ഓഫീസ് മുങ്ങി. എന്നിട്ട് ഞങ്ങളെല്ലാം അതിജീവിച്ച് പകുതിയായപ്പോഴേക്കും 2019 കോവിഡ് വന്നിട്ട് 13 മാസക്കാലം യാതൊരുവിധ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത, ഒരു പണിക്കും പോകാൻ പറ്റാതെ വാഹനങ്ങളുടെ പലരുടെയും റിപ്പയർ വരായ സാഹചര്യങ്ങൾ വരെയുണ്ട്. ബാറ്ററി പോയി ഓടാതെ കിടന്നിരുന്ന വാഹനങ്ങളുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ ജനങ്ങൾക്ക് അറിയാമല്ലോ. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് പോലും സർക്കാരിൽ നിന്നൊരു സഹായം പോലും ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. ആ അവസ്ഥയിൽ വരെ ഞങ്ങൾ കരകയറി മുന്നോട്ട് വരുമ്പോഴാണ് മന്ത്രി വന്നിട്ട്, ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നതിനോട് ഒരു കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു. നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, അഴിമതിരഹിതമായിട്ട് നടക്കട്ടെ, അതിൽ ഞങ്ങൾ മന്ത്രിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ വരുന്ന വാഹനങ്ങളെക്കുറിച്ച്, മറ്റ് നിയമങ്ങൾ വാഹനങ്ങളെക്കുറിച്ചുള്ളതും, പിന്നെ ഗ്രൗണ്ട് വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗ്രൗണ്ട് ഇല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിധത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ കുറെ കാലമായിട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാർ പുതിയതായിട്ട് മന്ത്രിയായിട്ട് വന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് പെട്ടെന്ന് ഈ വകുപ്പിൽ വളരെയധികം കാര്യങ്ങൾ ശരിയല്ലാണ്ട് നടക്കണു, അതേമാതിരി തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ മാഫിയകളാണ് എന്നുള്ള തീരുമാനം അവിടെ നിന്നുണ്ടായി. അതാണ് നമുക്കറിയേണ്ട വിഷയം. അതിന് കൂടാണ്ട് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4/2024 എന്നുള്ള
സർക്കുലർ ഉണ്ടാക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി. എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു പഠനം നടത്തണമല്ല, ഒരു കാര്യം, ഒരു പുതിയതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടത്തണമെങ്കിൽ, എന്ത് ഭേദഗതികൾ വരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷൻ്റെയോ ഏതെങ്കിലും ഒരു പഠന ഏജൻസിയുടെയോ ശുപാർശ വേണം. ആ ഏത് ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്കറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ മേഖലകളിൽ വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ശ്രീമാൻ ഗണേഷ് കുമാർ 2000-ൽ ഗതാഗത മന്ത്രിയായിട്ട് വന്നിരുന്നു. അന്ന് അദ്ദേഹം UDFൻ്റെ കൂടെയായിരുന്നു. അന്ന് അദ്ദേഹം വിചിത്രമായിട്ടുള്ളൊരു തീരുമാനം ഇറക്കി. അതായത് 15 വർഷമായിട്ടുള്ള സ്റ്റേജ് കാരിയർ എല്ലാം റോട്ടിൽ നിന്ന് നീക്കിയിട്ട് അതിന് 15 വർഷത്തിൽ കുറവുള്ള വാഹനങ്ങൾ മാത്രം ഉപയോഗിച്ച് ബസ് സർവീസ് നടത്തണമെന്ന് പറഞ്ഞു. അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അവരാകെ അതിന് അന്ന് പറഞ്ഞിരുന്ന ഹൈക്കോടതി അല്ലെങ്കിൽ എല്ലാ കോടതികളും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതായത് ജില്ലയിലുള്ള ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് വാഹനത്തിൻ്റെ പഴക്കം നിശ്ചയിക്കാനുള്ള ഒരു അധികാരമുണ്ട്. ആ അധികാരം കൊണ്ട് ഇവിടെ 15 വർഷം പഴക്കത്തിലുണ്ടായിരുന്ന ഒരു വാഹനങ്ങൾ അന്ന് അപകടമോ കാര്യങ്ങളോ ഉണ്ടാക്കിയില്ല. അന്ന് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹത്തിന്, ഞാൻ അന്ന് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അതിവിടെ നിന്ന് നാട് വിട്ടുപോയി. എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഭൂമി, കാർന്നമ്പരുണ്ടാക്കിയ ഭൂമി വിറ്റിട്ടാണ് വീണ്ടും തിരിച്ചു വന്നത്. അത്രയും ഒരു അന്ന് അവർ ബൂർഷാസികളുടെ കൂടെ ആയിരുന്നുകൊണ്ടാണ് അത് അദ്ദേഹം ചെയ്തതെന്നാണ് ഞാനന്ന് ചോദിച്ചത്. ഇന്നിപ്പോൾ തൊഴിലാളികളുടെ കൂടെയൊക്കെ ഒന്ന് ഒരു സർക്കാരിൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നാണ് പറയണത്. നമ്മളിതിനെ തള്ളിക്കളഞ്ഞൊക്കെയാണ് ഈ സർക്കുലറിനെ. നമുക്ക് മറ്റൊരു വിഷയത്തിലോട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. 21-ാം തീയതി ഫെബ്രുവരി 21-ാം തീയതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ 4/2024 സർക്കുലറിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഈ സർക്കുലറിൽ വന്നേക്കണത് എന്തൊക്കെ മാറ്റങ്ങൾ, അതായത് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് വേറെ ഒന്നുമില്ല, ഇപ്പോൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന H ട്രാക്ക് അത് മാറ്റണം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഈ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ പാർക്കിങ്ങും പിന്നെ ഹില്ല് ഒക്കെ, അതൊക്കെ അത്ര നിസ്സാരമായിട്ടുള്ള ഫീസിന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. സാധാരണ ആയിട്ടുള്ള ആളുകളാണ്, നമുക്കറിയാലോ, വലിയ ആൾക്കാരൊന്നും അല്ല ഇവിടെ പഠിക്കാൻ പറ്റില്ല. നിസ്സാരമായിട്ട് 9,000 രൂപ 8,500 പഠിച്ച് അതിൽ നിന്ന് ലേണേഴ്സിന്റെ ഫീസും ഒക്കെ കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതും സ്ലോട്ട് ഇപ്പൊ കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ സഹിച്ച് 2-3 മാസമൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഇതിൽ നിന്ന് തന്നെ. പിന്നെ പുതിയ രീതിയിൽ വരുമ്പോഴേക്കും ജനങ്ങൾക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ് പഠിപ്പിക്കാനായിട്ട്. പൈസ 10-25,000 രൂപയോളം ഞങ്ങൾ കൂട്ടിയിട്ട് വന്നുണ്ട് ഏകദേശം. പിന്നെ അതേമാതിരി തന്നെ പഴയ വാഹനങ്ങൾ M80 പോരോ, അത് ഞങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞങ്ങൾ മാറ്റാൻ റെഡിയാണ്. പിന്നെ 15 വർഷം പഴക്കമുള്ള വണ്ടികളും മാറ്റണം എന്നൊക്കെ പറയണം. സാർമാരോട് ഞങ്ങൾ ചോദിച്ചിട്ട് ഇന്നും ഇവിടെ MP വന്നു. നമ്മൾ ചോദിച്ചു, സാർ ഇത് എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടും സാറിനും അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വൻകിട കമ്പനികൾക്ക് അവർ ഇത് എഴുതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ സംശയിക്കുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പൂട്ടിപ്പോണം എന്ന് പറയണമെങ്കിൽ അത് അങ്ങ് എന്താ അത് നോക്കാം. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. പെട്ടെന്ന് വന്നിട്ട് മാറിപ്പോവാൻ ഞങ്ങളോട് പറയാണ്. 1,00,000 പേര് ഇതിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മന്ത്രിയായ ഒരാൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ ഇത്, എനിക്കിത് മനസ്സിലാവൂലേ? ഇത് നമ്മളുടെ കഷ്ടപ്പാട്, ഞങ്ങൾക്ക് എന്ത് തൊഴിൽ നമ്മൾ ജീവിക്കും, ഇനി മുന്നോട്ട് പോകും. അവരും ഈ പറഞ്ഞ M80-ലും തന്നെയാണല്ലോ 8 എടുത്തേക്കണത്. ട്രക്കറിൽ തന്നെയാണ് സാറ് പറയണത് കൈമ ഗീറുള്ള ഒരു വണ്ടി ഇല്ല. ഓക്കെ, ഞങ്ങളത് മാറ്റാൻ റെഡി. അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങൾ ഇത്രയും സമൂഹത്തിൽ ഡ്രൈവർമാരെ സൃഷ്ടിച്ചത് ഞങ്ങളൊക്കെ തന്നെയല്ലേ. ഇപ്പം പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു പുതിയ രീതിയിൽ വരുന്നത് അതേമാതിരി റോഡ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ട്രാക്ക് സർക്കാർ കൊണ്ട് തരട്ടെ. ഇന്ന രീതിയിൽ ട്രാക്ക് ഗ്രൗണ്ട് എന്നൊക്കെ സർക്കാർ തന്നെ കാണിച്ചു തരണ്ടേ. ഇത് ഉദ്യോഗസ്ഥന്മാർ ടെസ്റ്റ് എടുത്താൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന രീതിയിൽ എടുക്കുക എന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ May 1-ാം തീയതി ഇന്ന രീതിയിൽ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും? ഇപ്പോൾ സാധാരണക്കാരന് ഇപ്പോൾ ഈ ലൈസൻസ് എടുക്കാന്നുള്ളത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇപ്പോൾ ലൈസൻസ് വളരെ അത്യാവശ്യമാണ് അല്ലേ? ശരിക്കും അങ്ങനെയാണ്. നമ്മുടെ എല്ലാ പിള്ളേരെയും മക്കളെയും നമ്മൾ ലൈസൻസ് എടുപ്പിക്കണം. കാരണം അവർ സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഒരു 2 വീലറും കാറിൻ്റെ ലൈസൻസ് എടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഏകദേശം എത്രയാണ് നമുക്ക് നമ്മുടെ ചാർജ് ചെയ്യാൻ? നമ്മളിപ്പോൾ 9,000 രൂപ വിത്ത് ലേണേഴ്സ് അടക്കം പിള്ളേരോട് വാങ്ങിച്ചു. ഈ 9,000 രൂപ തന്നെ അവർക്കൊരു വലിയ എമൗണ്ട് ആണ്, ശരിയല്ലേ? ശരിക്കും ഒരു 6 മാസം അവർ ചിലപ്പോൾ കൂട്ടി വെച്ച എമൗണ്ട് ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യേണ്ടാവാം. അങ്ങനെയായിരിക്കുള്ള ഒരു സാധാരണ കുടുംബത്തിലുള്ളവർ ലൈസൻസ് എടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഇത് ഇനി ഈ ലൈസൻസ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് മാത്രമായി പോകുന്ന രീതിയിലേക്കാണോ നമ്മുടെ ഈ പോക്ക്? അതായത് ഈ 9,000 രൂപ എന്ന് പറയുന്നത് വിത്ത് ലേണേഴ്സ് കൂടിയാണ്. മനസ്സിലായി, സർക്കാരിലുള്ള ഫീസും കൂടിയാണ്. എന്നിട്ട് ബാക്കി 7,000 രൂപക്കാണ് നമ്മൾ ഈ പെട്രോൾ കത്തിച്ച് നിങ്ങളെ ഈ പുതിയ രീതിയിലുള്ള എച്ച് ട്രാക്ക് വണ്ടി ഇവിടെ നിൽക്കാൻ പാടില്ല, നിന്നാ ഫെയിലാണ്, കമ്പിടിച്ച് മറിച്ചിരുന്നതല്ല. അപ്പോൾ എത്രത്തോളം പെട്രോൾ നമുക്ക് വേണ്ടത് നഷ്ടമാണ് ശരിക്കും നമുക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റോൾ ചെയ്തൊക്കെ ഇങ്ങനെ പയ്യ 10-25 വർഷം ആയതുകൊണ്ട് വേറെ മേഖല എല്ലാവർക്കും പ്രായ ആൾക്കാരാണ് ഇത് കൂടുതലുള്ളത്. ചെറിയ കുറച്ച് പേരുള്ളൂ ചെറുപ്പക്കാർ പിള്ളേർ. അപ്പോൾ വേറൊരു മേഖലയിലോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ല. ഇനി ഈ ശമ്പളം കൊടുക്കാൻ പോലും ഇപ്പോൾ പറ്റാത്ത സീനിലോട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും പണിക്കാരും കഷ്ടപ്പാടും മൊത്തം ഇതിലാണ് ഓളം കളിക്കാനത് തരുന്നത്. തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആകെ വർഷത്തിൽ 3 മാസമാണ് ശരിക്കും വർക്കുള്ളത്. അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസമാണ്. അതിനകത്താണ് വെക്കേഷൻ സമയത്താണ് പിള്ളേർ സ്റ്റുഡൻസ് ആകെ വരുന്നത്. അത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ഡേറ്റ് കിട്ടാണ്ടും പലവരും ഇവിടുന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്ന പേപ്പർ വാങ്ങിച്ചിട്ട് തമിഴ്നാട്ടിലും മറ്റൊരു സ്ഥലങ്ങളിൽ പോയാണ് ലൈസൻസ് എടുക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാസ്സാവുന്ന തന്നെ ഒരു ദിവസത്തിൽ 2 പേര് 3 പേര് കൂടുതൽ പാസ്സാവുന്നില്ല. ഒരു കാര്യം പറയണം, ഇപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. പിന്നെ നാളത്തെ ന്യൂസ് പേപ്പർ ചർച്ചയിൽ PG സുരേഷ് എന്ന് പറഞ്ഞിട്ട് ആങ്കർ സംസാരിച്ചു. അതായത് 10,000 15,000 വാങ്ങുന്നു, 1,455 രൂപയാണ് ലേണിംഗ് ഫീസ്. ഈ 1,455 രൂപ ലേണിംഗ് ഫീസ് ഓക്കെ ഇല്ല എന്ന് പറയുന്നില്ല. ഓഫീസ് വാടക 10,000 20,000 വാടക, ഗ്രൗണ്ട് പ്രാക്ടീസിന് വേറെ ഫീസ്, പെട്രോൾ അടിക്കണം, വണ്ടിയുടെ മെയിൻ്റനൻസ് തീർക്കണം, അതുപോലെ തന്നെ സ്റ്റാഫിന് ശമ്പളം നമ്മളത് കൊടുത്താൽ അവർ നമ്മളെ ആശ്രയിച്ച് വരുന്നതല്ലേ. അങ്ങനത്തെ ഒരു കാര്യം. അതുകൂടാതെ റോഡ് ഓടിക്കുന്ന പോലെയല്ല, ഈ എച്ച് പഠിപ്പിക്കുമ്പോൾ ഇന്ധനം വെറുതെ നിന്ന് കത്തിക്കൊണ്ടിരിക്കണം. അത്രയും ഇതാണ്. അതിന് വണ്ടിയുടെ മെയിൻ്റനൻസും കൂടും. ഇപ്പം നമ്മളൊരു 50 കിലോമീറ്റർ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു വണ്ടി നിർത്തേണ്ട സമയത്തോ ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയത്തോ ക്ലച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടെടുത്ത് അടുത്ത ആ എച്ച് ട്രാക്ക് അവസാനിച്ച് കൊണ്ടേ നിർത്തുന്ന സ്ഥലം വരെ ക്ലച്ച് യൂസ് ചെയ്യണം. അതനുസരിച്ച് തന്നെ ഇന്ധനം. പിന്നെ ഇവിടെ വണ്ടി ഓടിച്ച് പഠിച്ചിറങ്ങുന്നവരാരും ഇവിടെ അപകടമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓടിച്ചോടി ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് എൻട്രൻസ് എഴുതുന്ന പിള്ളേരെ കൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്യാനാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന തന്നെ. അത് നടക്കില്ല. ഒരാളുടെയും ഡ്രൈവിംഗ് ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഓടിച്ച് റെഡിയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു അന്വേഷിച്ച് അതിൻ്റെതായ രീതിയിലുള്ളൊരു സഹായങ്ങൾ എല്ലാവർക്കും ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ PG സുരേഷ് എന്ന് പറഞ്ഞ ആങ്കർ പറഞ്ഞതിൽ വളരെയേറെ ദുഃഖമുള്ള കാര്യമാണ്. കാരണം ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് പറവൂർ ടൗണിൽ പോണ രൂപ 100 കൊടുക്കണം. നമ്മൾ ഈ 9,000 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൊരു ആശാൻ പറഞ്ഞ പോലെ 9,500 രൂപ മേടിച്ചിട്ട് സാമാന്യം ബുദ്ധിയുള്ളവർക്ക് ഇവരെല്ലാവരും ഇത് കഴിഞ്ഞ് തന്നെ പോന്നേക്കണേ. ഒരാൾ ഇവിടെ പണ്ടത്തെ കാലത്ത് അംബാസഡർ വണ്ടിയിൽ ഹാൻഡ് ഗിയറുള്ള വണ്ടി പഠിച്ചോടെ ഞങ്ങളൊക്കെ. ആ വണ്ടി പഠിച്ചോടിക്കുന്നവർ ഏത് വണ്ടി ഓടിക്കും? അത്രയും ബുദ്ധിമുട്ടൊന്നും ഒപ്പില്ല. പിന്നെ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ പൊരിഞ്ഞ വെയിലത്ത് നിന്നിട്ട് ഞങ്ങൾ ഈ ആശാന്മാരെല്ലാവരും എച്ച് പഠിപ്പിക്കണം. റോഡ് പഠിപ്പിക്കുന്ന പോലെയല്ല. അത് മാത്രമല്ല ഈ ചെറുവണ്ടി പഠിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് ഓവർ ഹീറ്റാണ്. അതും സഹിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞി കുടിക്കണം. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലാണ്, ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാണ്. അപ്പോൾ ഞാനീ നാളെ 5-ാം തീയതി ആകുമ്പോൾ ഓഫീസ് വാടക, സ്റ്റാഫ് ശമ്പളം, വീട്ടുവാടക ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് മുന്നോട്ട് പോയാലേ നമുക്ക് എല്ലാവർക്കും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു കാര്യമാണ് ഇവർ നമുക്ക് ചെയ്ത് തന്നെ ശരിക്കും. അതിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് ഈ ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിൽ സംസാരിച്ച ആങ്കർക്കെതിരെ അപ്പം തന്നെ ആരോ നമ്പർ നോട്ട് ചെയ്ത് അതിനുള്ള മറുപടി അങ്ങനെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അങ്ങേര് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അതിനുള്ള മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ശരിക്കും ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ 10,000 15,000 ആരും വാങ്ങുന്ന ഞാൻ പറഞ്ഞ ഒരു ഓട്ടോ ഇവിടെ നിന്ന് വിളിച്ച് ടൗണിൽ പോണ രൂപ 100 കൊടുക്കണം. നമ്മളൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളെ തൊഴിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർക്കും സർക്കാരിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളോ പെൻഷനോ ഒന്നും ഞങ്ങൾക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപജീവനം ഒരാളടുത്ത് കൈനീട്ടാതെ വരുന്നൊരു സ്റ്റുഡൻറ്റിന് ഒരു തൊഴിൽ പഠിപ്പിച്ചു. ആ സ്റ്റുഡൻറ്റ് നമ്മളെ പുറത്ത് വെച്ച് കാണുമ്പോൾ പണ്ടൊക്കെ ആശാനെന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു ഇതും ഇന്നിപ്പോൾ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ജീവിതം ഞങ്ങളുടെ വളരെ സഹായമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇവിടെ സംസാര ഭാഷയായി കിടക്കുന്നത് ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർക്കൊരു പ്രശ്നമില്ല. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഫീസ് വാങ്ങുക, ഡ്രൈവിംഗ് പഠിപ്പിക്കുക.
അതേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റ് പാസ്സാക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. അവരത് ചെയ്യാതെയാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ഇതുമൂലം കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ലക്ഷോപലക്ഷം ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ മറ്റുള്ളവരൊരു ചെറിയ മീൻ വിൽക്കാനൊരു വാഹനം വാങ്ങിയാൽ അതിൻ്റെ ലൈസൻസ് വരെ കിട്ടുന്നില്ല. ഇത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ കേരളത്തിലുള്ളത്. ഈ സമരം ഈ രീതിയിൽ പോയാൽ ഞങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും ജനങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയും വലിയൊരു പ്രക്ഷോഭം, കേരളം തന്നെ സമീപിക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് ഈ ലൈസൻസ് കിട്ടാത്ത വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് രംഗത്തിറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രശ്നമാണെന്നുള്ള വ്യാഖ്യാനിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരും മറ്റുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ മന്ത്രിയും ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നമാണിതെന്ന് കണക്കാക്കി ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്.